പിണറായി സർക്കാരിനെ താഴെയിറക്കാനായി 2016 മുതൽ 2026 വരെ 10 വർഷം തുടർച്ചയായി സമര പരമ്പരകൾ നടന്ന സ്ഥലമാണ് സെക്രട്ടേറിയറ്റിന്റെ ഈ സമര കവാടം. ആ സമര കവാടത്തിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ പോലീസുകാർ ബാരിക്കേഡുകളുമായി നിൽക്കാത്ത ദിവസങ്ങളില്ല. അങ്ങനെ 10 വർഷം തുടർച്ചയായ സമരങ്ങൾ നടന്ന സ്ഥലമാണിത്. പക്ഷേ ആ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് മുമ്പിലെ ഇപ്പോഴത്തെ കാഴ്ച ഇങ്ങനെയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വാശിയോടെ തങ്ങൾ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സെക്രട്ടേറിയറ്റിന്റെ വിവിധ പരിസരങ്ങളിലായി സ്ഥാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ചിത്രങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമര കവാടത്തിന് മുമ്പിൽ വലിപ്പത്തിൽ വരെ ആ വാശി ഇഞ്ചോടിഞ്ച് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പാലഭിഷേകം നടത്തിക്കൊണ്ടുള്ള KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ആയിരുന്നു. സുധാകരൻ അനുകൂലികളാണ് ആ ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന്റെ ഒരു ഫ്ലെക്സ് ഇന്നലെ രാത്രിയോടെ സ്ഥാപിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മറ്റ് പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് തെരുവിലേക്ക് ഈ മുഖ്യമന്ത്രി തർക്കം തെരുവിലേക്ക്, സൈബർ ഇടങ്ങളിൽ നിന്ന് തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിന്റെ അണികൾ അവർ കൃത്യമായി തെരുവിലേക്ക് തങ്ങൾ അനുകൂലിക്കുന്ന നേതാവിന് വേണ്ടി ഏത് വിധേനയും അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യമായ നീക്കങ്ങളുമായി തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ MLA മാരുടെ അഭിപ്രായം തേടി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്ന ഹൈക്കമാൻഡ് പ്രതിനിധികളായ അജയ് മക്കനും മുകുൾ വാസ്നിക്കും വിശദമായ റിപ്പോർട്ട് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറുന്നത്. ആ റിപ്പോർട്ട് കൈപ്പറ്റിയതിനു ശേഷം അത് വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഇന്നോ നാളെ രാവിലെയോ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെത്തി അവരുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ വിശദമായ ഒരു കൂടിക്കാഴ്ച നടത്തും. ഒരു പക്ഷേ ഒരു തർക്കത്തിലേക്ക് ഇത് നീളുന്ന സാഹചര്യമുണ്ടായാൽ 10 ജൻപത് വസതിയിൽ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാടായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഈ മൂവരിൽ ആരുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. ഡാനി, കൂടുതൽ MLA മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് പറയുമ്പോഴും ഈ KC വേണുഗോപാൽ നേരിടുന്ന ഒരു പ്രശ്നം നേരത്തെ MP മാർ മത്സരിക്കേണ്ട എന്നുള്ള സ്റ്റാൻഡ് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും കോൺഗ്രസിൽ തന്നെ എന്നുള്ള ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നു. ഇനി KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയാണെങ്കിൽ പോലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുക അല്ലെങ്കിൽ നേരിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് KC തന്നെ എത്തുമോ എന്നുള്ളൊരു സംശയമില്ല. മാത്രമല്ല ഹൈക്കമാൻഡ് ഈ തെരുവിലേക്ക്, ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ച പോലെ തെരുവിലേക്ക് ഇത്തരം ഫ്ലെക്സ് യുദ്ധങ്ങളും പരസ്യമായിട്ടുള്ള പ്രകടനങ്ങളും ഇപ്പോൾ ഇന്നലെ നെട്ടൂരിൽ കണ്ടു. വലിയ തോതിൽ അനുകൂലമായിട്ട് VD സതീശൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ ഇറങ്ങിയത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ ഒരു അതൃപ്തി ഹൈക്കമാൻഡ് പ്രകടിപ്പിച്ചതായും വിവരങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അത്തരത്തിൽ ഇങ്ങനെ, അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ അതിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ കടക്കുന്നതിനോട് കടുത്ത വിയോജിപ്പിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ. അത് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയതുമാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിൽ നിയതമായ ഒരു ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് മാത്രമേ ഈ ചർച്ചകൾ നടക്കുകയുള്ളൂ. പിന്നെ എന്തിന് ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഹൈക്കമാൻഡും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഹൈക്കമാൻഡ് കൃത്യമായ ഒരു സന്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ പരസ്യമായി നടക്കുന്ന വാക്പോരുകളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെയോ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെ സുതാര്യമായി പൂർത്തിയാകട്ടെ എന്ന ഒരു നിലപാടിലേക്കാണ് അവർ എത്തുന്നത്. എന്തായാലും MLA മാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ 30 മുതൽ 35 പേരുടെ വരെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന അവകാശവാദവുമായി ചെന്നിത്തലയും VD സതീശനും അവകാശവാദവുമായി ഈ രണ്ടുപേരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് നിർണായകമായ ഒരു യോഗം
നാളെ ഡൽഹിയിൽ നടന്നേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ വെച്ച് ഈ നേതാക്കളെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അവർ അറിയിക്കും. അതൊരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി 2 പേർക്ക് വീതം വെച്ച് നൽകുന്ന തരത്തിലേക്കായിരിക്കുമോ, അതിനപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരാളെ, അതായത് ഘടകകക്ഷികൾക്കും MLA മാർക്കുമൊക്കെ സ്വീകാര്യതയുള്ള ഒരാളെ അമിക്കബിൾ സെറ്റിൽമെന്റിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമോ, ഈ കാര്യത്തിലാണൊരു വ്യക്തത വരാനുള്ളത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അവസാനം വരെ പ്രിന്റ് ചെയ്ത പേപ്പറിൽ വരെ പിന്നീട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനാകില്ല എന്ത് സംഭവിക്കുമെന്ന്. എന്തായാലും KC പക്ഷം ഇപ്പോൾ പറയുന്നത് MPമാർ മത്സരിക്കേണ്ട എന്ന നിലപാടെടുത്തതിന് പിന്നിൽ VD സതീശനായിരുന്നു. അതിൽ MPമാർക്ക് വിയോജിപ്പുണ്ട്, അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന ഒരു വിലയിരുത്തലാണ്, പ്രതീക്ഷയിലാണ് KC ക്യാമ്പ് ഉള്ളത്. അതാണ് ഏറ്റവും പുതുതായി KC ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും കണ്ടിരുന്നു. അദ്ദേഹം സോണിയാഗാന്ധിയെയും കണ്ടതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം. അതിൽ കൃത്യമായൊരു മറുപടി അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് അവസാനം 2021 തനിക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇത്തവണ തനിക്ക് അർഹമായ പരിഗണന നൽകണം, കൃത്യമായ ഒരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുണ്ടാകണം എന്ന ആവശ്യം രമേശ് ചെന്നിത്തല മുമ്പോട്ട് വെച്ചതായാണ് വിവരം. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരസ്യ പ്രതികരണമുണ്ട്. അത് കോൺഗ്രസ് ക്യാമ്പിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ മുഖ്യമന്ത്രിയാകണം എന്നതാണ് തങ്ങളുടെ താല്പര്യം. ആ കാര്യം ഹൈക്കമാൻഡ് പ്രതിനിധികളെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ക്രൈസ്തവ സഭകളുടെ ഒരു ഏകീകരണം UDFനും കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം മറുവശത്താണ്, കോൺഗ്രസിനൊപ്പമുള്ളത് ജോസഫ് വിഭാഗം മാത്രമാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഭകളുടെ ഒരു പൊതുവികാരമായി ജോസഫ് ഗ്രൂപ്പ് മുമ്പോട്ട് വെച്ച് ഈ ആവശ്യത്തെ വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനം നടപ്പിലാക്കാനാകില്ല. അതുകൊണ്ട് ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സസ്പെൻസ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, ഇന്നലെ ഡാൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് AP അനിൽകുമാർ രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി എത്തിയത്. അത് വ്യക്തിപരമായിട്ടുള്ള ചില സന്ദർശനം എന്നൊക്കെ അനിൽകുമാർ പറഞ്ഞൊഴിഞ്ഞുവെങ്കിൽ പോലും ആ സന്ദർശനത്തിൻ്റെ പിന്നീടുള്ള ഒരു ചിത്രം. മറ്റൊന്ന്, VD സതീശൻ്റെ നിലപാട്, അതായത് മുഖ്യമന്ത്രി ആക്കുന്നില്ല എങ്കിൽ ഞാൻ MLA തുടരുമെന്നുള്ള സ്റ്റാൻഡ്. ഇത് രണ്ടും ഈ സതീശൻ്റെ ഈ സ്റ്റാൻഡ് ഒരു പ്രതിസന്ധിയല്ലേ? മറ്റൊന്ന്, ഈ KC വേണുഗോപാൽ ദൂതനായിട്ട് AP അനിൽകുമാറിനെ അയക്കുന്ന സാഹചര്യം എന്താണ്? അവർ ഈ ചെന്നിത്തല ക്യാമ്പുമായിട്ടുള്ള ഒരു ആശയവിനിമയം എങ്ങനെയാണ് നടക്കുന്നത്? രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വളരെ കോൺഫിഡൻസിലാണ്. അനിൽകുമാർ ഈ ചർച്ച നടത്തി മടങ്ങിയ ശേഷം ആ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിട്ടു പറയുന്ന ഒരു സാഹചര്യമില്ല. ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് അന്തിമ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇങ്ങനെ മാത്രമാണ് രമേശ് ചെന്നിത്തല ഓൺ റെക്കോർഡിലും ഓഫ് റെക്കോർഡിലും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടോ പ്രതികരണമോ തന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉറപ്പാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ നാടകീയമായ ഒരു കൂടിക്കാഴ്ച ഇന്നലെ നടന്നിരിക്കുന്നത്. അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നത് വ്യക്തിപരമായ കാര്യത്തിനാണ് എന്ന് അനിൽകുമാർ പറയുമ്പോഴും ഇന്നലെ നിർണായകമായി ചർച്ചകൾ നടന്ന ദിവസം തന്നെ അതീവ രഹസ്യമായി അദ്ദേഹം ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിയതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷയേറ്റിയത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തും എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്ര വലിയൊരു ഭിന്നത, ഇങ്ങനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ത്രില്ലർ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അതായത് MLA മാരുടെ പിന്തുണ, ഭൂരിപക്ഷ പിന്തുണ ഉറപ്പിക്കാനായത് സാങ്കേതികമായി KC വേണുഗോപാലിന് അനുകൂല ഘടകമായി ഒരു വശത്ത് നിൽക്കുമ്പോൾ ഘടകകക്ഷികളെയും അതോടൊപ്പം പൊതുവികാരം, മറ്റ് സാമുദായിക സമവാക്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടിച്ചേരേണ്ടതുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അതൊക്കെ നിർണായകവുമാണ്. എല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല. കാരണം ദേശീയ തലത്തിൽ നമുക്കറിയാം നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമാണ് BJP തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നത്. കേരളത്തിലും ഐക്കൺ സ്റ്റാർ ക്യാമ്പയിനറായി അവർ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രിയെ തന്നെയാണ്. ഈ ഇടതുപക്ഷമാകട്ടെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ 10 വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ
പക്ഷേ കഴിഞ്ഞ തവണ വലിയ പരാജയമുണ്ടായപ്പോഴും അതിനു മുമ്പും ഇപ്പോഴും ഒന്നും കോൺഗ്രസ് പക്ഷേ ഒരു മുഖം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശൈലിയല്ല, കൂട്ടായ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് എന്ന വിലയിരുത്തലാണ് AICC നേതൃത്വം. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് ഒരു വ്യക്തിയിലേക്ക് ചുരുക്കാൻ നോക്കേണ്ടതില്ല എന്ന ഔദ്യോഗികമായി തന്നെ AICC ഭാരവാഹികളടക്കം പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൈബർ ഇടങ്ങളിലല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, അതിന് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ട് എന്നൊക്കെ AICC പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കുമ്പോൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന തെരുവിലെ പ്രതിഷേധങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം AK ആന്റണിയുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. മാത്രവുമല്ല AK ആന്റണി സോണിയാഗാന്ധിയുമായും ഇതേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ AK ആന്റണി എടുക്കുന്ന ഒരു നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായി മാറുമെന്ന സൂചനകൾ കൂടി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ മൂന്നിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.